രാഹുകാലം, രാഹുഗ്രഹത്തിൻ്റെ ആധിക്യം നെഗറ്റീവായിട്ട് ഭൂമിയിൽ പ്രതിഫലിക്കുന്ന സമയമാണ്. യമകണ്ഠം, കേതുവിൻ്റെ ആധിക്യം നെഗറ്റീവായിട്ട് ഭൂമിയിൽ പ്രതിഫലിക്കുന്ന നേരമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന സമയങ്ങളാണ്. ഈ രാഹുകാലം, യമകണ്ഠം എന്നൊക്കെ പറയുന്നത്. അത് കുറച്ച് പേരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അത് പരിശോധിക്കുന്നതുമുണ്ട്. എന്നാൽ രാശിഘട്ടത്തിൽ ഇനിയും നമ്മൾക്കറിയാവുന്ന ഒരു ഗ്രഹമുണ്ട്. അതാണ് ഗുളികൻ. ഈ ഗുളികൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾ ചോദിക്കും. അത് പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഗുളികൻ എന്ന് പറയുന്നത് ശനീശ്വരൻ്റെ മകനാണ്. ശനീശ്വരൻ സൂര്യൻ്റെ മകനാണ്. അതും നിങ്ങൾ മറക്കണ്ട. ഈ ശനീശ്വരൻ്റെ മകനായ ഗുളികൻ്റെ ആധിക്യം അതിശക്തമായ രീതിയിൽ ഭൂമിയിൽ പ്രതിഫലിക്കുന്ന നേരമാണ് ഗുളികകാലം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കലണ്ടറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തെളിവായിട്ട് എഴുതിയിട്ടുണ്ടാവും ഗുളികകാലം. ഇങ്ങനെ ഓരോ ദിവസവും അതിൻ്റെ സമയം നിങ്ങൾ കലണ്ടറിൽ നോക്കി മനസ്സിലാക്കാം. നമുക്കറിയാം, രാഹുകാലം, യമകണ്ഠം എന്നീ കാലങ്ങളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത് സാധാരണമാണ്. യാതൊരുവിധ കാര്യങ്ങളും നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ചെയ്യാറില്ല. എന്നാൽ ഗുളികകാലം എന്ന് പറയുന്നത് അങ്ങനല്ല. ഈ സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. അത് നമുക്ക് ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും. എന്നാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് നമുക്ക് ദോഷമായിട്ട് സംഭവിക്കും. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഗുളികകാലത്ത് നമുക്ക് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ഗുളികകാലത്ത് ചെയ്യാൻ പാടില്ല എന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവായിട്ട് നോക്കുമ്പോൾ ഗുളികകാലത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യമായിരുന്നാലും അത് ആവർത്തിച്ച് നടക്കുമെന്നുള്ളതാണ് പ്രമാണം. ഗുളികകാലത്തിൽ ചെയ്യുന്ന ഏതൊരു കാര്യവും വീണ്ടും വീണ്ടും നടക്കുമെന്നുള്ളതാണ് പ്രമാണം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയാം, വിവാഹം കഴിക്കുന്നത് ആരും ഗുളികകാലത്തിൽ കഴിക്കാൻ പാടില്ല. എന്നാൽ പിന്നെ ഗുളികകാലത്തിൽ വിവാഹം കഴിച്ചാൽ ആവർത്തിക്കുമെന്നുള്ളതിനാൽ നമുക്ക് ഗുളികകാലത്തിൽ തന്നെ കല്യാണം കഴിച്ച് നോക്കാമല്ലോ എന്ന് ചിലർ തീരുമാനിക്കും. അത് നിങ്ങളുടെ തീരുമാനം. അപ്പോൾ കല്യാണം കഴിക്കുന്നത് ഗുളികകാലത്തിൽ ഉപേക്ഷിക്കുക. അതുപോലെ വിവാഹം സംബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ വിവാഹത്തിന് വാക്ക് കൊടുക്കുക, നിശ്ചയം ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങളും ഗുളികകാലത്തിൽ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇത്തിരി ക്യാഷ് ആവശ്യപ്പെടുന്നു. അപ്പോൾ ആരെങ്കിലും അടുത്ത് നിന്ന് കടം വാങ്ങിക്കണം. അതുപോലെ കടം വാങ്ങിക്കാൻ തോന്നുന്ന സമയം, കടം വാങ്ങിക്കുന്ന സമയം നിങ്ങൾ ഗുളികകാലത്തിൽ വാങ്ങിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ഗുളികകാലത്തിൽ കടം വാങ്ങിയാൽ അത് വീണ്ടും വീണ്ടും നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ കടം തിരികെ കൊടുക്കുമ്പോൾ, നിങ്ങളുടെ കടം തീർന്ന ഒരാളുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ വാങ്ങിച്ചു, അത് നമ്മൾ അയാൾക്ക് തിരിച്ചു കൊടുക്കുകയാണ് എങ്കിൽ അത് ഗുളികകാലത്തിൽ തിരിച്ചു കൊടുക്കാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് കടമുള്ള ആൾക്കാർ, പല ലക്ഷക്കണക്കിന് കടമുള്ളവർ ഏതെങ്കിലും ഗുളികകാലത്തിൽ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചെറിയ എമൗണ്ട് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വലിയ എമൗണ്ട് കടം കൊടുക്കാനുള്ളവർക്ക് അതിലേതെങ്കിലും ഒരു ഭാഗം, 1,00,000 രൂപ കൊടുക്കാനുള്ളവർക്ക് അതിനകത്തു നിന്നൊരു 10,000 എടുത്ത് ഒരു ഗുളികകാലം നോക്കി അയാൾക്ക് അത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ആ കടം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തീരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഒരു പ്രമാണമാണ്. ജ്യോതിഷ പ്രമാണം തന്നെയാണ്, അതൊരു സത്യമാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണമടഞ്ഞാൽ മരിച്ചവരെ ശ്മശാനത്തിലേക്ക് എടുക്കുന്ന സമയം ഗുളികകാലമായിരിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് വീണ്ടും വീണ്ടും നമ്മുടെ വീട്ടിൽ ദുഃഖചെയ്തികൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷ പ്രമാണം. അതുപോലെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വലിയ മരങ്ങൾ വെട്ടുന്നത്, വീടിൻ്റെ ഒരു ഭാഗം ഇടിച്ച് നിരത്തിയിട്ട് വീണ്ടും പുതിയതായിട്ട് കെട്ടാൻ വേണ്ടി നമ്മൾ ആ ഭാഗം ഇടിക്കുന്നത്, അല്ലെങ്കിൽ പഴയ വീട് മൊത്തമായിട്ട് നമ്മൾ ഇടിച്ചിട്ട് പുതിയ വീട് വയ്ക്കാൻ വേണ്ടി ആ ഇടിക്കുന്ന സമയം, ആരംഭിക്കുന്ന സമയം ഗുളികകാലത്തിൽ ആരംഭിക്കുന്നത്, ഇതുപോലുള്ള പ്രവൃത്തികൾ തീർത്തും ഉപേക്ഷിക്കണം. കാരണം നിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് നിങ്ങൾ ഇടിക്കുന്നത് ഗുളികകാലത്താണെങ്കിൽ അത് വീണ്ടും വീണ്ടും നിങ്ങളത് ആവർത്തിക്കാനും, ഒരുപക്ഷെ നിങ്ങൾ പുതിയതായിട്ട് വെക്കാനുള്ള വീട് ആരംഭിക്കാൻ തന്നെ ഒരു താമസമുണ്ടാകുകയും, സപ്പോസ് ആരംഭിച്ചാൽ തന്നെ അത് വീണ്ടും വീണ്ടും ഇടിച്ച് വീണ്ടും കെട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും നിങ്ങൾക്കത് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാക്കാതിരിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ
നമ്മളത് ഗുണപ്പെടുത്താൻ വൈദ്യൻ്റെ അടുത്ത് പോകുന്നതുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നത് ഗുളിക കാലത്തിൽ ആകരുത്. അങ്ങനെ ഗുളിക കാലത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ആ അസുഖം ഗുണമായാൽ വീണ്ടും എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ശസ്ത്രക്രിയകൾ, ശരീരത്തിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്നത്, ചെറുതായാലും വലുതായാലും ഇവയെല്ലാം ഗുളിക കാലത്തിൽ സമയം കുറിക്കരുത്, അത് ഉപേക്ഷിക്കണം. അങ്ങനെ സിസേറിയൻ ചെയ്ത് കുട്ടികളെ എടുക്കുന്നത്, ആ സിസേറിയൻ സമയം ഗുളിക കാലത്തിൽ വരുന്നത് ഉപേക്ഷിക്കണം. ഡോക്ടർ അതിനൊരു സമയം തന്നു കഴിഞ്ഞാൽ അത് ഗുളിക കാലത്തിലാണെങ്കിൽ അന്നേരം ആ സമയത്ത് ഗുളിക കാലം മാത്രമല്ല, രാഹുകാലം, യമകണ്ഠം, ഗുളിക കാലവും നോക്കണം. അത് മുഖ്യമായിട്ട് ഗുളിക കാലം ഉപേക്ഷിക്കണം. കാരണം വീണ്ടും വീണ്ടും സിസേറിയൻ ചെയ്യേണ്ട ആവശ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും ജീവിതത്തിൽ. ഇനിയും പറഞ്ഞാൽ വീട്ടിലുള്ള നമ്മളുടെ ബന്ധുക്കൾ, മിത്രങ്ങളോട്, ഭാര്യ, ഭർത്താവ് ആകിയവരോട്, മക്കളോട് നമ്മൾ വഴക്കിടുന്നത് പോലും ഗുളിക കാലത്തിൽ ഉപേക്ഷിക്കണമെന്നുള്ളതാണ്. ഗുളിക കാലത്തിൽ നമ്മൾ അറിയാതെ തന്നെ ദേഷ്യം വന്ന് അവരോട് വഴക്കിട്ടാൽ വീണ്ടും വീണ്ടും വഴക്കിടാനുള്ള സാഹചര്യങ്ങളുണ്ടാവും എന്നുള്ളതാണ് പ്രമാണം. ആവശ്യമില്ലാത്ത പ്രയാണങ്ങൾ ഗുളിക കാലത്തിൽ ഉപേക്ഷിക്കുക. ചിലർ ഒരാവശ്യമില്ലാതെ വണ്ടിയെടുത്ത് വെളിയിൽ പോകും. അങ്ങനെയുള്ള പ്രയാണങ്ങൾ ദൂരയാത്രയായിരുന്നാലും ചെറിയ യാത്രകളായിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം വരികയും മാനസിക വ്യഥ അനുഭവിക്കേണ്ടിയും വരും. വീണ്ടും വീണ്ടും അതുപോലുള്ള യാത്രകൾ ചെയ്യേണ്ടി വരും, അതിൽ നഷ്ടമുണ്ടാകും. ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും കേട് വിളയിക്കുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മൾ ഗുളിക കാലത്തിൽ ചെയ്യരുത്. അതാണ് ജ്യോതിഷ പ്രമാണം. അതുപോലെ സ്വർണം വാങ്ങുന്നത്, വാഹനം വാങ്ങുന്നത്, ഭൂമി വാങ്ങുന്നത്, മറ്റും മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ നമ്മൾ ഗുളിക കാലത്തിൽ വാങ്ങാം, അത് ചെയ്യാം. കാരണം അത് വീണ്ടും വീണ്ടും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. അതുമൂലം നമ്മുടെ വീട്ടിലുള്ള അത്തരം സാധനങ്ങൾ അധികമാവുകയും നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. ഇന്നൊരു കാര്യം മറന്നുപോയി. നമ്മളൊരു വീട് വയ്ക്കാൻ മൂലക്കല്ലിടുന്നത്, വീട് പാല് കാച്ചി ഗൃഹപ്രവേശം ചെയ്യുന്നത്, വീടിൻ്റെ താക്കോൽ വാങ്ങുന്നത്, ഇതെല്ലാം ഗുളിക കാലത്തിൽ ചെയ്യുക. അതുമൂലം നിങ്ങൾക്ക് പുരോഗതിയും ആത്മസംതൃപ്തിയും മനസ്സിന് സന്തോഷവും ഉണ്ടാകും. അത് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നടക്കാനുള്ള അവസരം ഉണ്ടാകും. ചിലപ്പോൾ അപ്പോൾ ഒരു വീട് വാങ്ങിയവർ വീണ്ടും വീണ്ടും വീട് വാങ്ങിക്കാനും അവസരം ഉണ്ടാകുകയും ചെയ്യും. ഗുളിക കാലത്തിൽ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ച് നിങ്ങൾ പണം നിക്ഷേപിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ മുമ്പേ കൂട്ടിയ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവണം. അത് 1.5 മണിക്കൂറാണ് ഈ ഗുളിക കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഗുളിക കാലത്തിൽ ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ച് നിങ്ങൾ അന്ന് തന്നെ പണം നിക്ഷേപിക്കുക. അത് ചെറുതായാലും വലുതായാലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് നന്മകളുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പണം വരികയും ആ അക്കൗണ്ടിൽ വീണ്ടും വീണ്ടും പണം നിക്ഷേപിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വീട്ടിൽ കന്നിമൂലയിൽ ഒരു പെട്ടിയോ അലമാരയോ അറ്റ്ലീസ്റ്റ് ഒരു കുടമോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഗുളിക കാലം നോക്കി നിങ്ങളുടെ സമ്പാദ്യം ആരംഭിക്കുകയാണെങ്കിൽ ആ സമ്പാദ്യം പെരുകി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കയ്യിലും ഒരുപാട് പണം വരാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. വിദേശ യാത്രകൾ പോകുമ്പോൾ ഗുളിക കാലത്തിൽ പ്രയാണം ആരംഭിക്കാം. അതുമൂലം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അങ്ങനെയുള്ള യാത്രകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അപ്പം നമ്മൾ വിദേശത്ത് ജോലിക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ആ ജോലിയിൽ നിന്ന് നമുക്ക് വരുമാനവും പണവും ആത്മസംതൃപ്തിയും ഒക്കെ നമുക്ക് വീണ്ടും വീണ്ടും വരാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇവിടെ ഈ സീമന്ത വിഴ എന്ന് പറയും. സീമന്ത വിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഗർഭിണിയായി 9-ാം മാസം ഒരു ചടങ്ങ് നടത്തും. എല്ലാവരും കൂടെ ചേർന്ന ഒരു ആഘോഷമായിട്ട്. അത് കേരളത്തിൽ വളരെ കുറവാണ്, എന്നാലും തിരുവനന്തപുരം അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് നടത്തും. അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. സീമന്ത വിഴ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഗുളിക കാലത്തിൽ കുറിക്കാം. അത് സാധാരണ ജ്യോതിഷന്മാർ ഗുളിക കാലത്തിൽ കുറിച്ച് കൊടുക്കാറില്ല. എന്നാലും ഗുളിക കാലത്തിൽ കുറിച്ച് നിങ്ങൾക്ക് ആ പരിപാടികൾ ഗുളിക കാലത്തിൽ നടത്താം. വീണ്ടും വീണ്ടും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കുട്ടികൾ ജനിക്കാനും സന്തോഷമായിട്ടിരിക്കാനും നമുക്ക് സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നൊരു കാര്യം, ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴൊക്കെ അത് 90% ഇപ്പോൾ ആരും അങ്ങനെ ശാന്തി മുഹൂർത്തത്തിന് സമയം കുറിക്കാറില്ല. ഇപ്പോൾ ആരും അധികമായിട്ട് ശാന്തി മുഹൂർത്തം കുറിക്കുന്നതേ ഇല്ല. എല്ലാം കിട്ടുന്ന സമയത്ത് ഒന്നാകുന്നതാണ് ഒരു പഴക്കം. ഈ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചാൽ ആ സ്ത്രീയും പുരുഷനും ശാരീരികമായിട്ട് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടാൻ ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സമയം ജ്യോതിഷന്മാർ എഴുതി കൊടുക്കാറുണ്ട്. അതിനാണ് നമ്മൾ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത്.
അത് ആ ശാന്തി മുഹൂർത്തത്തിൽ അവർ നല്ല കുട്ടികളുണ്ടാകാനും ആ കുട്ടികൾ മൂലം നമ്മളുടെ കുടുംബത്തിന് ഉന്നമനം ഉണ്ടാകാനുമായിട്ടുള്ളൊരു സമയമാണ് നമ്മൾ ആ ഒരു സമയം കുറിച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ആരും എഴുതാറുമില്ല, അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നതുമില്ല. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങനെ ഒരു നേരം നമ്മൾ ഒരു ശാന്തി മുഹൂർത്ത നേരം നിങ്ങൾ കുറിച്ച് ഒന്ന് ചേരണമെന്ന് ഉദ്ദേശിച്ചാലും ആ വിവാഹം കഴിച്ച സ്ത്രീയുടെയും പുരുഷൻ്റെയും ആദ്യത്തെ ശാരീരിക ബന്ധപ്പെടലായിരിക്കണം ആ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത്. ഒരു സ്ത്രീ മുമ്പേ ആരെങ്കിലോടും ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിരുന്നാലോ, അല്ലെങ്കിൽ പുരുഷൻ വിവാഹത്തിന് മുമ്പ് വേറെ ആരെങ്കിലോടും ബന്ധപ്പെട്ടിരുന്നാലോ, ഈ ശാന്തി മുഹൂർത്തത്തിന് നമ്മൾ നേരം കുറിച്ച് കൊടുത്താലും അത് പൂർണ്ണമായിട്ടും വർക്കൗട്ട് ആവത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിനും ശരീരത്തിനും സന്തോഷമുണ്ടാക്കുന്നതോ അതെല്ലാം ഗുളിക കാലത്തിൽ ചെയ്യുക. ഞാൻ പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ച് തീരുമാനിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിന് ദുഃഖവും ശരീരത്തിന് വേദനയും ഉണ്ടാക്കുന്നുവോ അതെല്ലാം പൂർണ്ണമായും ഉപേക്ഷിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും ആനന്ദവും ഉണ്ടാക്കുന്നു അതൊക്കെ നിങ്ങൾ ഗുളിക കാലത്തിൽ തീർച്ചയായിട്ടും ചെയ്യുക. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നന്ദി. ഓലച്ചുവടി.